അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ 25 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. ലോകത്തേക്ക് കടന്നു വന്ന ഏതൊരു പ്രവാചകനാണെങ്കിലും സത്യനിഷേധികളിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നുമൊക്കെയായി ധാരാളക്കണക്കിന് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ സത്യനിഷേധികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ പരിഹാസത്തോടു കൂടി ചോദിച്ചിരുന്ന ഒരു കാര്യവും അതേപോലെ തന്നെ അതിനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ചെകിടടക്കുന്ന ഒരു മറുപടിയുമാണ് അടുത്ത 2-3 വചനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. നോക്കാം. 25-ാമത്തെ വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. ആയത്തിന്റെ അർത്ഥം, അവർ പറയുന്നു, അഥവാ സത്യനിഷേധികളായുള്ള മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ പറയുകയാണ്, എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുന്നത്? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരൂ. വയഖൂലൂന, അവർ പറയുന്നു, സത്യനിഷേധികളായുള്ള ആളുകൾ പറയുകയാണ്, അവർ ചോദിക്കുകയാണ്, മതാ, എപ്പോഴാണ് ഹാദൽ വഅദു, ഈ വാഗ്ദാനം, അഥവാ എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുന്നത്? ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുവീൻ എന്നാണ്. അഥവാ രക്ഷയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നുണ്ടായിരുന്ന മനുഷ്യർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ നന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകപ്പെടുന്ന ആദരവുകളെ കുറിച്ചും സുഖ സൗകര്യങ്ങളെ കുറിച്ചും എല്ലാം സന്തോഷ വാർത്ത അറിയിക്കുമ്പോഴും തിന്മയുടെ വക്താക്കളായ ജീവിതം നശിപ്പിച്ചു കളയുന്ന ആളുകൾ അവർക്ക് പിന്നീട് ഭാവിയിൽ ഏൽക്കേണ്ടി വരുന്ന അതിഭയാനകരമായ സംഭവ വികാസങ്ങളെ കുറിച്ചും അവരുടെ ഖേദങ്ങളെ കുറിച്ചും ഒക്കെ താക്കീത് നൽകുമ്പോഴും ഇതെല്ലാം തന്നെ ഇല്ലാ കഥകളാണെന്നും കേവലം സങ്കല്പങ്ങളും മുഹമ്മദിന്റേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ അവന്റെ ബുദ്ധിയിൽ തോന്നിയ ചില കുതന്ത്ര മാർഗങ്ങളാണെന്നും ഒക്കെ പറഞ്ഞ് സത്യം അന്വേഷിക്കാൻ തയ്യാറാകാതിരിക്കുകയും അതിനെ പുറംകാലുകൊണ്ട് തട്ടിയകറ്റുകയും ചെയ്തവരായ മക്കയിലെ മുശ്രിക്കുകൾ തുടർച്ചയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിഹാസം എന്നോണം ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. അഥവാ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, എപ്പോഴാണ് നീ പറയുന്ന വാഗ്ദാനം അത് പുലരുന്നത്? എപ്പോഴാണ്? നീ സത്യം പറയുന്നവരാണെങ്കിൽ അതൊന്ന് അതിന്റെ സമയമൊന്ന് നിശ്ചയിച്ചു തരൂ എന്നിങ്ങനെ പരിഹാസത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറയുമായിരുന്നു എന്നാണ്. അഥവാ മതാ യൗമുൽ ഖിയാമ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? വ മതാ ഹാദൽ അദാബ്, എപ്പോഴാണ് നീ പറഞ്ഞ ശിക്ഷ അത് ഞങ്ങളെ ബാധിക്കുന്നത്? എപ്പോഴാണല്ലതീ തഅദൂനനാ ബിഹി, ഞങ്ങൾക്ക് ഇങ്ങനെ വാഗ്ദാനം പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഞങ്ങളെങ്ങനെ പേടിപ്പിക്കുന്ന ഈ ശിക്ഷ എപ്പോഴാണ് അത് ഞങ്ങളെ ബാധിക്കുക, ഞങ്ങളെ പിടികൂടുന്നത് എപ്പോഴാണ്? യഥാർത്ഥത്തിൽ ഈ ഒരു സംസാരം അത് വഹാദ ഇസ്തിഹ്സാഉം മിൻഹും, അവരിൽ നിന്നുള്ള അതിമൂർച്ഛമായ പരിഹാസമായിരുന്നു എന്നാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തിരുന്ന ആ കാര്യങ്ങൾ അത് തങ്ങൾ സത്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു സമയം കൂടി നീ അറിയിച്ചു തരണം എന്നൊരു നിബന്ധന വെക്കുക കൂടിയാണ് അവിടെ നടക്കുന്നത്. ജഅലു അലാമത സിദ്ഖിഹിം അയ്ഖ്ബിറു ബിവഖ്തി മജീഇഹി, അഥവാ നീ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ അതെല്ലാം സംഭവിക്കുന്ന സമയം നീ ഞങ്ങൾക്ക് അറിയിച്ചു തന്നാൽ മാത്രമേ ഞങ്ങൾ അതിനെ സത്യപ്പെടുത്തുകയുള്ളൂ എന്നൊരു നിബന്ധന അവർ വെക്കുന്നത് പോലെയാണ്. വഹാദാ ദുൽമുൻ, ഇത് യഥാർത്ഥത്തിൽ ഒരു അക്രമമാണ്. വഇനാദുൻ, ഒരു ധിക്കാരവുമാണ്. ഫഇന്നമൽ ഇൽമു ഇൻദല്ലാഹി ലാ ഇൻദ അഹദിൻ മിനൽ ഖൽഖ്, തീർച്ചയായും ഈ വിവരവുമായി ബന്ധപ്പെട്ട സകല വിജ്ഞാനങ്ങളും അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പക്കൽ മാത്രമാണ്, അതൊരു സൃഷ്ടിക്കും അറിയുകയില്ല എന്നാണ്. വലാ മുലാസമത ബൈന സിദ്ഖി ഹാദൽ ഖബർ വ ബൈനൽ ഇഖ്ബാരി ബിവഖ്തിഹി, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നതായ ഈ വാസ്തവങ്ങൾ അതിനെ സത്യപ്പെടുത്തുവാൻ ഈ പറഞ്ഞ വാഗ്ദാനത്തിന്റെ ദിവസം യൗമുൽ ഖിയാമ അത് എന്നാണ് സംഭവിക്കുക എന്ന് നിങ്ങൾ അറിയേണ്ടതില്ല. ആ രീതിയിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ്. ഫഇന്ന സിദ്ഖ യുഅറഫു ബിഅദില്ലതിഹി, എന്നാൽ നിങ്ങൾക്ക് സത്യം അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് മനസ്സിലാക്കുവാനുള്ള സംവിധാനം റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കുകയും ചെയ്യാം. വഖദ് അഖാമല്ലാഹു മിനൽ അദില്ലതി വൽ ബറാഹീൻ അലാ സിഹതിഹി മാ ലാ യബ്ഖാ മിൻഹു അദ്നാ ശക്കൻ ലിമൻ അൽഖ അസ്സമഅ വഹുവ ഷഹീദ്, അഥവാ കൃത്യമായ രീതിയിൽ തെളിവുകൾ പരതി നോക്കുകയും
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കാതെ തെളിവിന്റെ മാർഗേണ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, തന്റെ പഞ്ചേന്ദ്രിയങ്ങൾ അതിനു വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ലാതെ കൃത്യമായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും എന്നാണ്. അന്ത്യനാളിനെ കുറിച്ചും അതിന്റെ ഭയാനകതയെക്കുറിച്ചും വരാനിരിക്കുന്ന മഹാസംഭവ വികാസങ്ങളെ കുറിച്ചും അവയെല്ലാം യാതൊരു സംശയവുമില്ലാത്ത വിധം വിശ്വസിക്കുവാനും അതേപോലെ തന്നെ നടക്കാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കുവാനും ഉതകും വിധത്തിൽ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകരിലൂടെയും റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ വ്യക്തമാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അത് എന്ന് സംഭവിക്കും എന്നുള്ളത് സൃഷ്ടികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുവാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തുമാണ്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. അതിനാൽ തന്നെ ലോകാവസാനം എന്ന് സംഭവിക്കുമെന്നും മനുഷ്യരെല്ലാം എന്ന് പുനർജീവിപ്പിക്കപ്പെടുമെന്നും അവരുടെ നന്മകൾ തിന്മകൾ വേർതിരിച്ച് അതിനനുസൃതമായ പ്രതിഫലം അവർക്ക് എന്ന് നൽകപ്പെടുമെന്നും ഒരു സൃഷ്ടിക്കും തന്നെ നിർവചിക്കുവാൻ സാധിക്കുകയില്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര കണ്ട് ഉത്തുംഗതയിലേക്ക് കുതിച്ചു പാഞ്ഞാലും ഭൂമിയുടെയും മനുഷ്യരാശിയുടെയും മറ്റു ജീവജാലങ്ങളുടെയും ആയുസ് സുനിശ്ചിതമായി നിർണയിച്ചു പറയുവാൻ ഒരിക്കലും തന്നെ ഒരാൾക്കും തന്നെ ഒരു സംവിധാനങ്ങൾക്കും തന്നെ സാധിക്കുകയില്ല. കാരണം അത് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ മാത്രമുള്ള അറിവിൽപ്പെട്ടതാണ്. എത്രത്തോളം എന്നാൽ അത് അല്ലാഹുവിന്റെ സാമീപ്യം ലഭിച്ചവരായ മാലാഖമാർക്കോ പ്രവാചകന്മാർക്കോ പോലും അറിയുവാൻ സാധിക്കുകയില്ല എന്നാണ്. അതാണ് അടുത്ത വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് അറിയിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെടുന്നത്. 26-ാമത്തെ വചനം, ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹി വ ഇന്നമാ അന നദീറും മുബീൻ. പറയുക പ്രവാചകരെ, ആ അറിവ് അത് അല്ലാഹുവിന്റെ പക്കൽ മാത്രമാകുന്നു, ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. ഖുൽ പറയുക പ്രവാചകരെ, ഇന്നമൽ ഇൽമു ആ അറിവ് മാത്രമാണ് ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ പക്കൽ. ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ അറിവ് അത് അല്ലാഹുവിന്റെ പക്കൽ മാത്രമായുള്ളതാണ്. വ ഇന്നമാ അന എന്നാൽ ഞാൻ മാത്രമാണ് നദീറുൻ താക്കീതുകാരൻ, മുബീനുൻ വ്യക്തമായ. അപ്പോൾ വ ഇന്നമാ അന നദീറുൻ മുബീൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു എന്നാണ്. ഈ ആയത്തിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, ആ അറിവ് അത് അല്ലാഹുവിന്റെ പക്കൽ മാത്രമാകുന്നു എന്നാണ്. അഥവാ ലാ യഅലമു വഖ്ത ദാലിക അല തഅയീൻ ഇല്ലല്ലാഹ്, ലോകാവസാനം എന്ന് സംഭവിക്കുമെന്ന കൃത്യമായ അറിവ് ഒരാളുടെ പക്കലും ഇല്ല എന്നാണ്. അപ്പോൾ അത് എന്ന് സംഭവിക്കുമെന്നും എപ്പോൾ സംഭവിക്കുമെന്നുള്ള കൃത്യമായുള്ള അറിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ മാത്രമാകുന്നു. അത് സൃഷ്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അത് എത്ര കണ്ട് റിസർച്ച് ചെയ്താലും അത് കണ്ടെത്തുവാൻ സാധിക്കുകയും ഇല്ല എന്നാണ്. അതിനാൽ തന്നെ അതിന്റെ സമയം അത് മനുഷ്യരാശിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ലതാനും. മറിച്ച് ലാകിന്നഹു അമറനി, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് ആജ്ഞാപിച്ചിട്ടുള്ളത് അൻ ഉഖ്ബിറകും അന്ന ഹാദാ കായിനുൻ വവാഖിഉൻ ലാ മഹാലത, അത് ആ സംഭവം കൃത്യമായി സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ലാത്ത വിധം അത് നിങ്ങൾക്ക് മുന്നിൽ സന്നിഹിതമാവുക തന്നെ ചെയ്യുമെന്നാണ്. ഫഹ്ദറൂഹു, അതുകൊണ്ട് ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ്. അത് മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയോട് പറഞ്ഞു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അഥവാ ഈ വക കാര്യങ്ങൾ എത്തിച്ചു തരുവാനും പറഞ്ഞു തരുവാനും മാത്രമേ എനിക്ക് ഉത്തരവാദിത്വമുള്ളൂ, അതാണ് എന്റെ രക്ഷിതാവ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുമുള്ളത് എന്നാണ്. പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കേണ്ടതുമൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതേപോലെ തന്നെ അറിയിക്കപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ ബാധ്യസ്ഥനുമല്ല എന്നാണ്. അതാണ് ആയത്തിന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു പറഞ്ഞത് വ ഇന്നമാ അന നദീറും മുബീൻ, പ്രവാചകരെ താങ്കൾ പറയുക ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാകുന്നു. അഥവാ ഇന്നമാ അലയ്യൽ ബലാഗ്, എത്തിച്ചു തരിക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം. വഖദ് അദ്ദൈതുഹു ഇലൈക്കും, ഞാൻ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരികയും ചെയ്തിരിക്കുന്നു. രക്ഷയും ശിക്ഷയും സ്വർഗവും നരകവും എല്ലാം ഉണ്ട് എന്നും യാതൊരു ശങ്കക്കും വകയില്ലാത്ത വിധം
അവയെല്ലാം സംഭവിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരെല്ലാം നിഷേധിച്ചാലും ആരെല്ലാം സ്വീകരിച്ചാലും ഈ യാഥാർത്ഥ്യങ്ങളുടെ സംഭവ്യതയെ അതൊരിക്കലും തന്നെ ബാധിക്കുകയില്ല. എന്നാൽ നിഷേധിച്ചവരും പരിഹസിച്ചവരും തീർത്തും പരാജിതരായി നരകത്തിൽ തള്ളപ്പെടുമെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ രംഗമാണ് അടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. 27-ാമത്തെ വചനം, ഫലമ്മാ റഅൗഹു സുൽഫതൻ സീഅത് വുജൂഹുൽ ലദീന കഫറു വഖീല ഹാദൽ ലദീ കുൻതും ബിഹി തദ്ദഊൻ. അഥവാ ആ താക്കീത് നൽകപ്പെട്ട കാര്യം അത് സമീപസ്ഥമായി കൊണ്ടവർ കണ്ടു കഴിഞ്ഞാൽ സത്യനിഷേധികളുടെ മുഖങ്ങൾക്ക് മ്ലാനത ബാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഏതൊന്നിനെ പറ്റി വാദിച്ചു കൊണ്ടിരുന്നുവോ അതാകുന്നു ഇത് എന്നവരോട് പറയപ്പെടുകയും ചെയ്യുമെന്നാണ്. ഫലമ്മാ റഅൗഹു, ആ സത്യനിഷേധികൾ അത് കണ്ടു കഴിഞ്ഞാൽ, അഥവാ ഈ താക്കീത് നൽകപ്പെട്ടതായ കാര്യങ്ങൾ അവർക്ക് മുന്നിൽ സന്നിഹിതമായി കൊണ്ട് അവർ കണ്ടു കഴിഞ്ഞാൽ, സുൽഫത്തൻ എന്നാണ്, അവരുടെ സമീപസ്ഥമായി കൊണ്ട് അവർ കണ്ടു കഴിഞ്ഞാൽ, സീഅത്ത് മ്ലാനമായിരിക്കും, മോശമായി കൊണ്ട് കാണുന്നതായിരിക്കും. വുജൂഹുൽ ലദീന കഫറു, സത്യനിഷേധികളുടെ മുഖങ്ങൾ മ്ലാനമായി കൊണ്ട് മോശമായ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. വഖീല, അവരോട് പറയപ്പെടുകയും ചെയ്യും, ഹാദൽ ലദീ, ഇതാകുന്നു, കുൻതും ബിഹി തദ്ദഊൻ, നിങ്ങൾ വാദിച്ചു കൊണ്ടിരുന്ന കാര്യം ഇതാകുന്നു എന്നാണ്. അഥവാ ഞങ്ങൾക്ക് പറഞ്ഞ ആ ശിക്ഷ അതും കണ്ട് വരട്ടെ എന്ന് ആക്രോശിച്ചിരുന്ന, നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ആ സംഭവം അതിതാ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു എന്ന് അവരോട് പറയുന്നതായിരിക്കും എന്നാണ്. ലമ്മാ ഖാമത്തിൽ ഖിയാമ വശാഹദഹൽ കുഫാർ, അഥവാ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, സത്യനിഷേധികൾ അതെല്ലാം ഇങ്ങനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ, വറഔ അന്നൽ അംറ കാന ഖരീബ, തങ്ങളെ ബാധിക്കാനിരിക്കുന്ന ഘോരമായുള്ള ശിക്ഷ അത് തങ്ങൾക്ക് മുന്നിൽ എത്തി നിൽക്കുന്നു എന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ, ലിഅന്ന കുല്ലമാ ഹുവ ആതിൻ ആതിൻ വഇൻ ത്വാല സമനുഹു, കാലങ്ങൾ കുറെ കഴിഞ്ഞു പോയാലും ഇതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അവരോട് പറയപ്പെട്ടതായിരുന്നു. അങ്ങനെയുള്ള ശിക്ഷ അവർക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ, ഫലമ്മാ വഖഅ മാ കദ്ദബൂ ബിഹി സാഅഹും ദാലിക്, അത് അവരിങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖമെല്ലാം ആകെ വികൃതമായി പോകുന്നതായിരിക്കും, മ്ലാനതയിൽ മുങ്ങിപ്പോകുന്നതായിരിക്കും എന്നാണ്. ലിമാ യഅലമൂന മാ ലഹും ഹുനാക മിനശ്ശർ, തങ്ങൾ അതിഭീമാകാരമായുള്ള വൻ ശിക്ഷയിൽ അകപ്പെട്ടു പോവുകയാണല്ലോ എന്ന ആ ഒരു ഭയം നിമിത്തം അവനിങ്ങനെ ബേജാറിലായിരിക്കുമെന്നാണ്. ആ ഒരു അറിവ് അവർക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവരാകെ കഷ്ടപ്പാടിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 47-48 വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രംഗം വിവരിക്കുന്നതായി കാണാം. വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ, അവർ കണക്ക് കൂട്ടിയിരുന്നില്ലാത്ത പലതും അല്ലാഹുവിങ്കൽ നിന്ന് അവർക്ക് വെളിപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. വബദാ ലഹും സയ്യിആതു മാ കസബു വഹാക ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ സമ്പാദിച്ചതിന്റെ ദൂഷ്യങ്ങൾ അവർക്ക് വെളിപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. എന്തിനെയാണോ അവർ പരിഹസിച്ചിരുന്നത് അത് അവരെങ്ങനെ വലയം ചെയ്തു നിൽക്കുന്നതായിരിക്കും. നിഷേധിച്ചതും പരിഹസിച്ചതും തള്ളിക്കളഞ്ഞതും എല്ലാം കൺമുന്നിൽ യാഥാർത്ഥ്യമായി തെളിഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വെപ്രാളം അത് മരണത്തെക്കാൾ ഭയാനകരമായിരിക്കും. ഒന്ന് തിരിഞ്ഞു നടക്കാനോ വെട്ടിത്തിരുത്തി തിരിച്ചു വരാനോ ഉള്ള അവസരം അവിടെ ഒരിക്കലും തന്നെ ഒരാൾക്കും തന്നെ ഉണ്ടായിരിക്കുകയില്ല. എത്രയൊക്കെ ദുഃഖിച്ചാലും ഏതെല്ലാം രൂപത്തിൽ ഒഴിവുകഴിവുകൾ പ്രയാസങ്ങളും ഒക്കെ എടുത്തു പറഞ്ഞാലും ശരി, സത്യനിഷേധികൾക്കും ബഹുദൈവ വിശ്വാസികൾക്കും ഒരു തരത്തിലുള്ള കാരുണ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയില്ല എന്നാണ്. വലിഹാദാ യുഖാലു ലഹും അലാ വജ്ഹി തഖ്രീഅ വത്തൗബീഖ്, അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞത്, ഹാദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ, ഇതാണ് നിങ്ങൾ വാദിച്ചിരുന്ന കാര്യം എന്ന് ഖിയാമത്ത് നാളിൽ കുഫാറുകളോടുള്ള അഭിസംബോധനയായിക്കൊണ്ട് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. തദ്ദഊൻ എന്ന് പറഞ്ഞാൽ അഥവാ തസ്തഅജിലൂൻ, പെട്ടെന്ന് വരട്ടെ എന്ന് കൊതിച്ചിരുന്ന ആ സംഭവങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുന്നിൽ ആ ശിക്ഷയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതായിരിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിൽ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അത് ഭൗതികപരമായി പല സാങ്കല്പികതകൾക്കും എതിരാണെങ്കിലും എത്രയൊക്കെ ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിലും അത് മനുഷ്യരുടെ രക്ഷിതാവിന്റെ തീരുമാനങ്ങളും ആ റബ്ബിന്റെ വാക്കുകളുമാണെന്ന് തിരിച്ചറിയാനും
അത് നെഞ്ചേറ്റുവാനും അതിലെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. കൃത്യമായ ആരാധനകൾ കൊണ്ട് ജീവിതം നിബിഡമാക്കുവാനും സത്യനിഷേധത്തിലേക്കും നീചവൃത്തികളിലേക്കും ചായ്ഞ്ഞു പോകാതെ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനും എപ്പോഴും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. മരണം വരെ ദീനീ വിജ്ഞാനങ്ങൾ നുകർന്നുകൊണ്ടേയിരിക്കുക, അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, നന്മയിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നന്മകളിലേക്കുള്ള പാതയങ്ങൾ നമുക്ക് മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.